മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കൊട്ടുമില്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ള പറയും നിറ പറയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇത് പാടിത്തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നി. ഈ പാട്ട് കേൾക്കുന്ന തന്നെ ഒരു നിർവൃതി. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം, 3 കോടി ജനങ്ങളും 30 ലക്ഷത്തിലധികം പ്രവാസികളുടെയും ജന്മഭൂമിയായ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തായി ജീവിച്ച് സാമൂഹികമായും സാമ്പത്തികമായുമുള്ള നേട്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കവേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തന്നെ ആയാലും ഏതൊരു മലയാളിക്കും മറക്കാനാവാത്ത തലമുറകളായി കൊണ്ടാടുന്ന ഒരാഘോഷമാണ് ഓണം. അതെ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് കേട്ടിട്ടില്ലേ? ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് തിരുവോണം വരെ 10 നാൾ. കുഞ്ഞുനാളിൽ നാട്ടിൻപുറത്ത് വളർന്നവർക്ക് ഓർമ്മ കാണും. വാഴക്കുമ്പിളിൽ അല്ലെങ്കിൽ ചെറിയ ഓല കൊണ്ട് മടഞ്ഞ കൊട്ടകളിൽ പൂക്കൾ ധാരാളം ശേഖരിച്ച് തുമ്പപ്പൂവും മുല്ലയും ചെണ്ടുമല്ലിയും ചെമ്പരത്തിയും കടലാസ് പുഷ്പവും എല്ലാം ചേർത്ത് വർണ്ണശബളമായ ഓണക്കളങ്ങൾ ഒരുക്കി മാവേലിയെ വരവേൽക്കുക. ഓണം മലയാളിയെ സംബന്ധിച്ച് ഒരു വലിയൊരു ആഘോഷമാണ്. ഇന്ത്യയിൽ തന്നെ മറ്റെങ്ങുമില്ലാത്തൊരാഘോഷം. കേരള തനിമ നിറഞ്ഞ ഭ്രാതൃത്വം നിറഞ്ഞ മനസ്സോടെ ജാതി മതഭേദമന്യേ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ മാവേലി വാണിയിടും കാലത്തുണ്ടായിരുന്ന സന്തോഷവും സമൃദ്ധിയും എല്ലാവരും ചേർന്ന് പങ്കുകൊള്ളുക. അത് വരും തലമുറകൾക്ക് ആ സമ്പ്രദായം പകർന്നു കൊടുക്കുക, അവരെ സന്തോഷമായിട്ടുള്ള ജീവിതത്തിലേക്ക് മുന്നയിക്കുക എന്നതാണ് ഓണം കൊണ്ടാടുക എന്നതിൻ്റെ പൊരുൾ. മനുഷ്യൻ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പോലെ എല്ലാ വർഷവും നമ്മൾ ജപ്പാൻ്റെ ഈ മണ്ണിൽ വെച്ച് ഓണം കൊണ്ടാടുമ്പോൾ പ്രശാന്തസുന്ദരമായ നമ്മുടെ കേരളത്തെ പോലെ വലിയ പൂക്കളങ്ങളോ ഉത്സവങ്ങളോ ഒന്നുമില്ലെങ്കിലും എല്ലാ മലയാളികളും കൂടി ഒത്തുചേർന്ന് ഒരു സദസ്സിൽ ഒത്തുകൂടി ചില പ്രോഗ്രാമുകളൊക്കെ ഒരുക്കി അത് കണ്ട് ആസ്വദിച്ച് ഉച്ചസദ്യ ഉണ്ട്. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഈ വേദിയിൽ വെച്ച് കൂട്ടുകൂടി രസിച്ച്. അതെ അതെ, അങ്ങനെ ജപ്പാനിൽ ജീവിക്കുന്ന ഞങ്ങൾ ഇവിടെ ഒരു കൊച്ചു കേരളം തന്നെ സൃഷ്ടിക്കുന്നു എന്നതുപോലെ ഈ വേദിയിൽ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ മലയാളികൾക്കും നിഹോൻ കൈരളിയുടെ പ്രോഗ്രാംസ് കാണാൻ വന്നിരിക്കുന്ന അവരുടെ കൂട്ടുകാർക്കും കേരളം എന്നാൽ എന്ത്, ഓണം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണിത്. ഇവിടെ 10 വർഷം 20 വർഷം മുൻപേ വന്ന് സെറ്റിലായിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. ഇവിടെ വളർന്നു വരുന്ന അവരുടെ തലമുറകൾക്ക്, ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് നമ്മൾ ഈ നിഹോൻ കൈരളിയുടെ പ്രോഗ്രാംസിലൂടെ ഒരു പ്രത്യേക സന്ദേശം പകരാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നാട്ടിൽ നിന്ന് വിട്ടു ജീവിക്കുമ്പോൾ, ജപ്പാനിൽ നമ്മുടെ വേരുകൾ ഉറപ്പിക്കുമ്പോഴും നമ്മുടെ മാതൃത്വം മറക്കാതെ, നമ്മുടെ സമ്പ്രദായം മറക്കാതെ, നമ്മുടെ വ്യക്തിത്വം മറക്കാതെ ജീവിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് ഈ പ്രോഗ്രാംസിനെ എല്ലാം കാണണം. മറുനാട്ടിൽ വളരുക എന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും പല വ്യത്യസ്തമായ സമൂഹങ്ങളുടെ കൂടെ ഇടപഴകുവാനുള്ള ഒരു ചാൻസ് ഒത്തിരി കൂടുതലാണ് ഇവിടെ. അതുകൊണ്ട് മലയാളി സമൂഹത്തിൻ്റെ ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് വളരുക എന്നത് നിറഞ്ഞ മനസ്സോടെ ആഗ്രഹിക്കുന്നു. ഇന്ന് നിഹോൻ കൈരളിയുടെ ഇവിടെ അവതരണം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മൾ 2 പേരുടെ വകയും നിഹോൻ കൈരളിയുടെ ബാക്ക് സ്റ്റേജിൽ നിന്ന് പലവരുമുണ്ട് ഇവിടെ. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ ഈ പ്രോഗ്രാംസ് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ. കുറേ നാൾ പ്രാക്ടീസസ്, ഒത്തിരി വീക്കെൻഡ്സൊക്കെ ഒത്തിരി ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ എല്ലാവരുടെയും വക നമ്മൾ 2 പേരും നിറഞ്ഞ മനസ്സോടെ ഓണാശംസകൾ. ഞാൻ നിഷ. ഞാൻ ശീതൽ. ഓക്കെ, ഒരിക്കൽ കൂടി നിഹോൻ കൈരളിയുടെയും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഓണാശംസകൾ. Now
let's meet our guest of honor. I would request Deputy Chief of Mission, Indian Embassy, Mr. Sanjay Panda, and Archbishop Joseph Chennothu to please come to the stage. Please, sir. Sir, please be seated. Please, big hand for our Please guest give of them an honors. applause. Our first guest of honor, Mr. Sanjay Panda, is an Indian diplomat, a member of the Indian Foreign Service, IFS. He has been the Deputy Chief of Mission at the Embassy of India, Tokyo, Japan, since July 2010. And our second guest of honor is the Vatican Nuncio Archbishop Joseph Chennothu. He has been appointed as Apostolic Nuncio to Japan on 15th August 2011. So we give you a warm welcome on behalf of Nihon Kairali Onam celebrations. Welcome, sir. A big applause, please. Archbishop Joseph Chennothu. Sir, welcome. Sir, please be seated. Our first guest of honor, Mr. H.E. Sanjay Panda, who's now serving as Deputy Chief of Mission at Indian Embassy, Tokyo, Japan, has served at Indian Mission in Brussels, Belgium during 1993-94, Amman, Jordan during 1994-1998, Paris, France during 2001 to 2004, and Kuala Lumpur in Malaysia during 2004 to 2008. Before his present assignment, he has served as a Director General, Joint Secretary of East Asia at Ministry of External Affairs in New Delhi, and also served as a desk officer for Nepal at the Foreign Ministry during 1998-2000, and as a Director of China during 2008-2009. So we once again give you a warm welcome, and we invite you for the opening ceremony. Could you please say a few words? Can I stand? Sure. Namaskaram. Ellavarukkum Onam Asham Shakal. I carry Onam greetings for everybody. I am indeed delighted to be here on this occasion. I have had to wait for 50 long years to take part in Onam celebrations. And when it had to happen in Tokyo. So, in fact, when we grew up, and I had always been fascinated by the various festivals and occasions which we have in India. And Onam particularly, I identified Onam not with anything else, but with the floral carpets and the boat, the snake boat races. And it was, one was a little intrigued by how a festival which is not so much religious as secular, and where everybody participates, I mean, irrespective, it may be rooted in Hindu mythology, but then it's Hindus, Muslims, Christians, everybody participated, and it really is representative of the Indian ethos, the unity in diversity. It's an amazing experience, and today for the first time I had Onam Sadhya, and I must compliment all of you and the office bearers, the Nihon Kairali committee, Onam committee, for really putting together such an authentic fair, the authentic feast. It was an amazing experience so far, and I really compliment all of you for putting together. I can see the enthusiasm. I had seen Professor Shakti on the cricket field, but when I see him here, and when I see all of you, and in fact I was commenting that the compeers here are so professional, they're good enough to compare probably in Oscars. Thank you so much. Thank you. I don't want to stand between you and the cultural program which will follow, but
finally to congratulate you once again and to convey our best wishes. And one of the gifts that we have got for you is in the form of a new ambassador who is a Malayali, who is Ambassador Her Excellency Deepa Gopalan Wadhwa, who has joined here. In fact, I was telling His Excellency Archbishop Chenath that now in Tokyo we have 2 Malayali ambassadors, so which is for the first time. So probably she's out of Tokyo, but I'm sure she will have an occasion to join you at a later date. With these words, and also thanking Ambassador Archbishop Chenath for his presence, I'd like to congratulate you once again and my best wishes. Thank you. Thank you, sir. Our next guest of honor is Vatican Nuncio Archbishop Joseph Chenath. Archbishop Joseph Chenath was ordained a priest on 4th May 1969 in Austria. He holds licentiate degrees in philosophy, theology, diploma in diplomacy and international relations, and a doctorate in canon law, besides degree in literature. He served in the following apostolic nunciatures: Cameroon, Gabon, Equatorial Guinea, Turkey, Belgium, Luxembourg, European Union, Spain, Scandinavian countries Denmark, Norway, Sweden, Finland, and Iceland. He has worked as charge d'affaires in the Vatican Embassy in Taiwan from 95 to 99, when he was consecrated Archbishop in St. Peter's Basilica, Rome. He has been appointed Apostolic Nuncio to the Central African Republic and Chad and United Republic of Tanzania. On 15th August 2011, he has been appointed as Apostolic Nuncio to Japan. We are very honored and glad to welcome him to our Nihon Kaili Onam Festival. I would request Archbishop Joseph Chenath to speak a few words and to inaugurate the Onam function and to bless it. Please, sir. Thank you. Thank you very much. Mr. Pandya, the Deputy Mission at the Indian Embassy in Tokyo, my dear compatriots, distinguished guests, ladies and gentlemen, it's a great joy for me to be here with you today. It's a great honor and privilege to see so many of my compatriots here, gathered here this afternoon to celebrate Onam Festival. And I am really overjoyed to greet all of you present here for the first time after my arrival here in Tokyo last October. And I would like to thank in a special manner all those who prepared this beautiful feast, Onam Festival. And I'm sure that a lot of people have put in a lot of work to make it a success. Onam reminds us of joy, peace. It conjures up images of abundance, plentiness, peace and prosperity, images of solidarity, friendship, being together. This is what we are celebrating today. And today, most willingly would like to think of our children, parents, friends and relatives who are far away from us in Kerala, and we would like to wish them also all the best and best of luck, good health and God's blessings. So we are gathered here to share our goodness and our talents, and we will see some of the talents here
shown during the performances. And we're here in Tokyo, sweet home, away from home, but we live as a community where we enjoy being together. That is what we really experience today. And we also want to keep our cultural identity. That is, as you people said at the beginning, this is an occasion for us to keep our cultural identity, our tradition, our language, our treasures. But at the same time, we are open to our host country, the culture they have, the qualities they have, the quality of this perfection, hard work, respect for others. All are some of these qualities we can also imbibe and we can assimilate. But at the same time, we also want to share our riches with the host country. We have the sense of the sacred, our family life, the love for our children. All these good qualities we can share with the people around us. And so we are lucky, and we bless the Lord for having given us this opportunity to meet. And I thank you for inviting me to inaugurate this function. I'm sure that children are waiting to watch the cultural performances. So without much ado, I hand over the mic, and I would ask you to continue the work. I wish you all a happy Onam. Thank you, sir. Thank you. Archbishop, we would like you to light the lamp, inaugurate and light the lamp. And also DCM, please. ഇനി നമ്മൾക്ക് താലിയോല മാഗസീൻസിൻ്റെ ഇനോഗ്രേഷൻസിലേക്ക് കടക്കാം. താലിയോല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജപ്പാനിലെ മലയാളികളുടെ ഒരു ആനുവൽ മാഗസീനാണ്. എല്ലാ വർഷവും ഓണത്തിനാണ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. Mr. Jayaprakash and Mr. Shakti are the chief editors. I would request them both to please come onto the stage. They work very hard on it. JP and Shakti san രണ്ടുപേരും കൂടി ചേർന്ന് ഈ മാഗസീൻസ് ഒരുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുടെ ആർട്ടിക്കിൾസ് ഈ മാഗസീൻസിൽ പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വായിച്ച് രസിക്കുക. ഒത്തിരി ഫലിത ബിന്ദുക്കളും ഉണ്ടാകും. പിന്നെ അവരുടെ തോട്ട്സ് എല്ലാം ആ മാഗസീനിൽ ഞങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്ലീസ് take the Taliola magazine and please do read it also. We would like to thank each and everyone who has submitted articles for this. Now the DCM would be giving the first copy of the Taliola to the Archbishop. Thank you. Thank you. So, please, sir. Please be seated, sir. So, ഈ താളിയോലയ്ക്ക് വേണ്ടിയിട്ട് ജയപ്രകാശ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആസ് ആൻ എഡിറ്റർ. അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അനുഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സ്വാമിയായിട്ട് വരുന്നുണ്ടോ തന്നെ. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും താങ്ക്സ് പറയുകയാണ്. ഇപ്രാവശ്യം നമുക്ക് വളരെയധികം ആർട്ടിക്കിൾസ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു റെസ്പോൺസായിരുന്നു നമുക്കുണ്ടായിരുന്നത്.
ഞങ്ങളുടെ മാക്സിമം ഞങ്ങളെ തെറ്റുകൂടാതെ ആർക്കും പ്രശ്നം ഉണ്ടാക്കാതെ ഞങ്ങളിത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് താളിയോല കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് കവർ ആർട്ട് ഡിസൈൻ ചെയ്യാനും എല്ലാം കൂടെ ഞങ്ങളെ സഹായിച്ചത് കേരളത്തിലുള്ള കിരൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. സോ ഹി ഡിഡ് വെരി വെൽ ഓൺ ദിസ് ആൻഡ് ഇറ്റ് ഹിസ് എ പ്രൊഫഷണൽ സ്കിൽ. സോ അദ്ദേഹത്തിനും എൻ്റെ നന്ദി പറയുന്നു. പിന്നെ ഇത് പ്രിൻറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് സോബിസാനാണ്. സോബിസാന് എൻ്റെ താങ്ക്സ് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങളിവിടെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവർക്കും നമ്മളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മലയാളം പഠിക്കുവാനുള്ള ഒരു അവസരമില്ലായ്മയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ മലയാളം മിഷൻ എന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ചേർന്നുകൊണ്ട് ഇവിടെ മലയാളം ക്ലാസ്സുകൾ ഉടൻ തുടങ്ങിയാണ്. അവർ നമുക്കതിൻ്റെ പെർമിഷനും രജിസ്ട്രേഷനും തന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ അവരാണ് നമുക്ക് പുസ്തകങ്ങളെല്ലാം അയച്ചു തരും. അതിന് നമ്മളൊരു കോഴ്സ് തുടങ്ങുകയാണ്. മോസ്റ്റ് പ്രോബ്ലി ഈ വരുന്ന നമ്മളുടെ വിജയദശമിയോടുകൂടി തന്നെ അത് തുടങ്ങാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഗുരുകുലം എന്നാണ്. ഈ ഗുരുകുലത്തിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുക. അവർക്ക് മലയാളം വായിക്കാനും എഴുതാനുമുള്ള ഒരു അവസരം ഞങ്ങളിവിടെ ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾ ഓൾറെഡി നമ്മളുടെ താളിയോലയിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിലും നമ്മുടെ നിഹോൺ കേരളി വെബ്സൈറ്റിലും അതിൻ്റെ ഇൻഫർമേഷൻ വരും. അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഞങ്ങൾ ഉടൻ തന്നെ ഈ ഗുരുകുലം ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താളിയോലയിലേക്ക് എല്ലാ ആർട്ടിക്കിൾസ് അയച്ചു തന്ന എല്ലാവർക്കും ഞങ്ങളുടെ താളിയോല കമ്മിറ്റിയുടെ പേരിൽ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശക്തി സാർ. നമ്മൾ പ്രോഗ്രാംസ് ആരംഭിക്കുകയാണ് ഇവിടെ. സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി സ്പിരിറ്റ് ഓഫ് ദ ഗ്രേറ്റ് കിങ്. മാവേലിയെ വരവേൽക്കാൻ നമുക്ക് റെഡിയാകാം. गणपतिं महागणपतिं 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 मनसा स्मरामि 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 महागणपतिं वसिष्ठवामदेवातिवन्दितमहागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवातिवन्दितमहागणपतिं गणपतिं
ആപത്തങ്ങാർക്കുമൊത്തില്ല താനും മാവേലി
പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന് ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് ഒരുക്കാനെല്ലാം ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അവരെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാം ഇസ് എ ഭരതനാട്യം പെർഫോമൻസ് പുഷ്പാഞ്ജലിയാണ്. മൂഷിക വാഹന വിച്ച് ഇസ് എൻ ഇൻവോക്കേറ്ററി ഡാൻസ് ഇൻ പ്രേസ് ഓഫ് ലോർഡ് ഗണേശ. ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് ആണ് അദിതി, അലൈന, അനീഷ, മഞ്ജരി ആൻഡ് ആര്യ. ഓക്കെ, അപ്പം കുറച്ച് നേരത്തിനുള്ളിൽ അത് തുടങ്ങുന്നതായിരിക്കും. താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താം ധീം 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 കിട്ടതകതിത്തോടങ്ക ധിക്കുത്തൈ താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താം ധീം 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 കിട്ടതകതിത്തോടങ്ക ധിക്കുത്തൈ താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താം ധീം 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 കിട്ടതകതിത്തോടങ്ക ധിക്കുത്തൈ താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താം ധീം 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 കിട്ടതകതിത്തോടങ്ക ധിക്കുത്തൈ താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താം ധീം 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 കിട്ടതകതിത്തോടങ്ക ധിക്കുത്തൈ താം 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 കിട്ടതകതത്തോടങ്ക തക്കുത്താത്തൈ തത്തോടകതാം തം 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 ധിം 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 തകതോടങ്ക തക്കുത്താത്തൈ തത്തോടകതാം തം 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 ധിം 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 തകതോടങ്ക തക്കുത്താത്തൈ ദിദ്ദിദ്ദിദ്ദിത്തൈ ധികിതക ധീതോ ഹസ്തങ്ക ധികിതക ധീതോ ഹസ്തങ്ക ധീതോ ഹസ്തങ്ക ജഗദോങ്ക ദിദ്ദിദ്ദിദ്ദിത്തൈ ധികിതക ധീതോ ഹസ്തങ്ക ധികിതക ധീതോ ഹസ്തങ്ക ധീതോ ഹസ്തങ്ക ജഗദോങ്ക കുത്തക്കിട്ട കിണ്ണത്തൊങ്ക തോതോടകതാം തോം തീം തോതിക്കുത്തക്ക തോതോടകതാം തോം തീം തം താം ദിം 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 തത്തോടങ്ക തക്കുത്താത്തൈ മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ പാദ നമസ്തേ പാദ നമസ്തേ ധിക്കുത്താം ധിക്കുത്താം ധിക്കുത്തരിതത്താം കുതകിട്ടകിണ്ണ തുങ്ക തോതോടകതാം തോതോടകതാം തോന്തി മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര മൂഷിക വാഹന മോദക ഹസ്ത ചാമര കർണ വിളംബിത സൂത്ര ധിക്കുത്താം ധിക്കുത്താം ധിക്കുത്തരിതത്താം കുതകിട്ടകിണ്ണ തുങ്ക തോതോടകതാം തോതോടകതാം തോന്തി വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ പാദ നമസ്തേ പാദ നമസ്തേ നമസ്തേ അങ്ങനെ ഒരു പിഞ്ച് കുട്ടികളുടെ 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ളൂ എന്നാ കേട്ടെ അവർക്ക്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? ഗുഡ്, ദാറ്റ്സ് നൈസ്. ജപ്പാനിൽ വന്നിട്ട് അവർ ഭരതനാട്യമൊക്കെ പഠിച്ചു. Onam celebrations at home start with the making of a big flower carpet. So let us start our celebration here in Japan with this Puvi song. Please enjoy.
butterflies to enjoy the nectar. Please sing along with us. Happy Onam to everybody. A wonderful performance by the twin brothers Atul and Akhil. യെസ്. ഇനി അടുത്തതായിട്ട് ഒരു ഭരതനാട്യം ഡാൻസ് ആണ് ബൈ സ്മൃതി. ദിസ് ഇസ് ചിദംബര നട്ടേഷ കൗതുവം. ദിസ് ഇസ് എ ഡാൻസ് ഇൻ പ്രൈസ് ഓഫ് ലോർഡ് ശിവ. രാഗം വരാലി ആൻഡ് താളം ഇസ് ആദിതാളം. എൻജോയ്. Deep
ദിമ്മി ദിമ്മി ത ദിമ്മി ത തക്ക ത ദീം ത ദീം 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 തക്ക ദിമ്മി ദിമ്മി ത ദിമ്മി ത തക്ക ത ദീം ത ദീം ദീം തടവന മുനി ജന സകല സുരാസുര സന്നുത്ത പാദ കിം കിണി ജം ജം തടവന മുനി ജന സകല സുരാസുര സന്നുത്ത പാദ കിം കിണി ജം ജം ദീം 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 തക ദിമി ദിമി ത ദിമി ത തക ത ദീം ത ദീം ദീം തടവന മുനി ജന സകല സുരാസുര സന്നുത പാദ കിം കിണി ജം ജം ജന 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 നൂപുര ലയ ഗതി ഗണ 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 വിധി ഹരി സേവിത താം ര ത താം ത ത ജന 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 നൂപുര ലയ ഗതി ഗണ 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 വിധി ഹരി സേവിത താം ത ത താം ത ത ജന 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 നൂപുര ലയ ഗതി ഗണ 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 വിധി ഹരി സേവിത താം ത ത താം ത ത കിടക്കിടതക്കി ദിക്കിടക്കിടതക്കി താണ്ഡവിദംബര ദിക്കിടക്കിടതക്കി ദിക്കിടക്കിടതക്കി വ്യാക്രമ ശങ്കര തൊക്കിടക്കിടതക്കി തൊണക്കിടക്കിടതക്കി തിരിശൂലധര ചക്കിടക്കിടതക്കി ദിക്കിടക്കിടതക്കി താണ്ഡവിദംബര ദിക്കിടക്കിടതക്കി ദിക്കിടക്കിടതക്കി വ്യാക്രമ ശങ്കര തൊക്കിടക്കിടതക്കി തൊണക്കിടക്കിടതക്കി തിരിശൂലധര നന്ദിവാഹന നാദയോഗ പ്രിയ ജഗടം കിടത്തക തകതിയുത തികുതൈ നന്ദിവാഹന നാദയോഗ പ്രിയ ജഗടം കിടത്തകി തക്ക ദിക്കുതൈ ജയ 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 ശശിര വിഭൂഷണ രൂപഭയങ്കര ഡമരുക ഹസ്ത ജയ 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 ശശിര വിഭൂഷണ രൂപഭയങ്കര ഡമരുക ഹസ്ത ഹൃദയ സഹസ ദീക്ഷിത രാഗ നടേശ കൗതുകം തക തക താം തിഗു തിഗു തൈ താകു ദിഗു തകീട തും കിട കിട തകിട തക തക താം തിഗു തിഗു തൈ താകു ദിഗു തകീട തും കിട കിട തകിട തക തക താം തിഗു തിഗു തൈ താകു ദിഗു തകീട തും കിട കിട തകിട താകി കിട തക ദേ ദേ താം ത ത താം ത ത താം ആയിട്ടൊരു പാട്ടാണ്. ആൻഡ് ദിസ് ഇസ് ബൈ ആദർശ് ആൻഡ് ധ്രുവ്. അവർ പാടാൻ പോകുന്നത് സോച്ചാ ഹേ എന്ന പാട്ട് ഫ്രം ദ മൂവി റോക്ക് ഓൺ. ഈ പാട്ടിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ആതിര വരുന്നുണ്ടാവും. आसमां है नीला कि पानी गीला गीला क्यों गोल क्यों है जमीन सिल्क में है नरमी क्यों आग में है गमी क्यों दो और दो पांच क्यों नहीं पेड़ हो गए कम क्यों तीन है ये मौसम क्यों चांद दो क्यों नहीं दुनिया में है जंग क्यों बहता लाल रंग क्यों सरहदें हैं क्यों हर कहीं सोचा है ये तुमने क्या कभी सोचा है कि है ये क्या सभी सोचा है सोचा नहीं तो सोचो अभी सोचा है ये तुम है क्यों
तो क्यों है रूठते तारे, क्यों है टूटते बादलों में बिजली है क्यों? सोचा है ये तुमने क्या कभी सोचा है कि है ये क्या सभी सोचा है? सोचा नहीं तो सोचो अभी। सन्नाटा सुनाई नहीं देता और हवाएं दिखाई नहीं देती। सोचा है क्या कभी होता है ये क्यों? कम क्यों तीन है ये मौसम क्यों? चांद दो क्यों नहीं? दुनिया में है जंग क्यों? वह तारा रंग क्यों? सरहदें हैं क्यों हर कहीं? सोचा है ये तुमने क्या कभी सोचा है कि है ये क्या सभी सोचा है? सोचा नहीं तो सोचो अभी। सोचा है ये तुमने क्या कभी सोचा है कि है ये क्या सभी सोचा है? सोचा नहीं तो सोचो अभी। താങ്ക് യു. ധ്രുവയുടെ സോങ് എല്ലാവരും കൈയടിച്ച് അവരെ അപ്ലോസ് ചെയ്യണം. യെസ്, അടുത്ത ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ് ബൈ ആൻ ജോബി. പാട്ട് ചെത്തി മന്ദാരം തുളസി എന്ന് പറയുന്ന പാട്ടിന് ആൻ ജോബി ഡാൻസ് ചെയ്യുന്നു. എൻജോയ്. കൈയടിച്ച് അപ്ലോസ് ചെയ്യണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വാഗച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. വാഗച്ചാർത്തു കഴിയുമ്പോൾ
ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ആൻഡ് ജോബി. ചെത്തി മന്ദാരം തുളസി എന്ന് പറയുന്ന ഒരു വളരെ പഴയൊരു പേരുകേട്ട ശ്രീകൃഷ്ണൻ്റെ പാട്ടാണ്. അവളുടെ ഭാവങ്ങളും അവളത് കേട്ട് വളരുന്നുണ്ട് എന്നതിൽ സന്തോഷിക്കണം ആക്ച്വലി. സോ താങ്ക്സ് എ ലോട്ട് ആൻഡ് ജോബി. അടുത്തത് ഇനി ഒരു ഡാൻസ് ആണ്. ആഷ്ലിൻ റജി, മാണിക്യക്കല്ലിൻ ഫ്രം പോക്കിരി രാജ. എല്ലാവരും എൻജോയ് ചെയ്തോളൂ. കാലിൽ താളച്ചിലമ്പണിഞ്ഞ് കയ്യിൽ പൊന്നുടവാളേന്തി കാർമുകിൽ കൂന്തലഴകുമായി ശ്രീലകത്തമ്മയാം ദേവി മാളോരെ കാണാൻ എഴുന്നള്ളുന്ന മാണിക്യക്കല്ലിൻ മൂക്കുത്തി ചാർത്തും മുപ്പാരിനമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. അമ്മയൻ കൂടെയില്ലേ, പരാശക്തിയൻ കൂടെയില്ലേ, എന്ന ഭയമ ദേവിയല്ലേ. ഉള്ളാട്ടം തുളുമ്പുന്നൊരുത്സവകാലം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം. ഉള്ളാട്ടം തുളുമ്പുന്നൊരുത്സവകാലം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം. മാണിക്യക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരിനമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. ശങ്കരിയല്ലേ, ശ്രീകരിയല്ലേ, ശാതോദരി ശ്രീ പാർവതി സാംബവിയല്ലേ, സുസ്മിതയല്ലേ, സൗമിനിയല്ലേ, ശ്രീമന്തിനി സിന്ദൂരിണി സുന്ദരിയല്ലേ. ൊരേട്ടനല്ലേ എന്നെ നീ അറിയാതെ പോയതെന്തേ. ഉള്ളാട്ടം തുളുമ്പുന്നൊരുത്സവകാലം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം. ഉള്ളാട്ടം തുളുമ്പുന്നൊരുത്സവകാലം, കടലാട്ടം തിളങ്ങുന്നൊരാഘോഷകാലം. മാണിക്യക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരിനമ്മയല്ലേ, കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. നിൽക്കവേ തഴുകി വന്നു നീ, താങ്ങായും തുണയായും തണലു തന്നു നീ. തിരിതെളിഞ്ഞു പോയി, തളിരണിഞ്ഞു പോയി, തങ്കക്കതിരഴകാകെ തുടിയുണർന്നു പോയി.
മഴയില്ലേ തുള്ളാട്ടം തുളുമ്പുന്ന ഉത്സവകാലം കടലാട്ടം തിളങ്ങുന്ന ഒരാഘോഷകാലം തുള്ളാട്ടം തുളുമ്പുന്ന ഉത്സവകാലം കടലാട്ടം തിളങ്ങുന്ന ഒരാഘോഷകാലം മാണിക്കക്കല്ലിൻ മുക്കുത്തിച്ചാത്തും മുപ്പാറിനമ്മയല്ലേ കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ മാണിക്കക്കല്ലിൻ മുക്കുത്തിച്ചാത്തും മുപ്പാറിനമ്മയല്ലേ കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ. A very rocking and energetic performance by Ashlyn there. ഇനി അടുത്തതായിട്ട് തിരുവാതിരയാണ്. കേരളത്തിലെ തന്തായ തിരുവാതിര. ഓണം എന്ന് വെച്ചാൽ തിരുവാതിര ഇല്ലാത്ത ഓണം ഉണ്ടോ? ഇനി തിരുവാതിര കളിയായി നമ്മുടെ മുന്നിലെത്തുന്നത് മെർലിൻ, വിനീത, ദേവി, ലക്ഷ്മി, സീന, കനിയ, മിനി, അക്ഷത, അങ്കിത ആൻഡ് നിമിത.
അങ്ങനെ സഖികളെല്ലാവരും കൂടി ചേർന്ന് തിരുവാതിരയും ആടി. ഓണത്തിന് തിരുവാതിര കളി ഇല്ലെങ്കിൽ എന്താ അല്ലേ? എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടുകൂടി തിരുവാതിര ആടി കഴിഞ്ഞു. വളരെ നന്നായിരുന്നു അവരുടെ പെർഫോമൻസ്. ഇവിടുന്ന് ബാക്ക് സ്റ്റേജിൽ നിന്ന് കാണുന്നത് ഞങ്ങൾക്കും അത് തോന്നി. വെരി വെൽ ഡൺ. അടുത്തത് ഒരു പാട്ടാണ് ബൈ ആര്യ ജയപ്രകാശ്. ഒരു പഴയൊരു പാട്ടാണ്. തന്നന തനന തന്നന തന തന്നന തനന തന്നന. ഏത് പാട്ടാ പറഞ്ഞേ? അതെ, ആ പാട്ട്. ആര്യ ജയപ്രകാശ് വിൽ ബി സിംഗിങ് ചെപ്പ് കിലുക്കണ ചങ്ങാതി. കാട്ടൂലേ ചെപ്പു കിലുക്കണ ചങ്ങാതീന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ. മിന്നണതെന്താണ് നല്ല കുഞ്ഞിക്കുരു മണിപ്പൊന്മാല. മിന്നണതെന്താണ് നല്ല കുഞ്ഞിക്കുരു മണിപ്പൊന്മാല. ഓണനിലാവത്തെ തുള്ളാട്ടങ്ങൾ
തുറന്നൊന്ന് കട്ടൂലെ ചെപ്പു കിലുക്കണ ചെങ്ങാതിന്റെ ചെപ്പു തുറന്നൊന്ന് കട്ടൂലെ മിന്നണതെന്താണ് നല്ല കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല മിന്നണതെന്താണ് നല്ല കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല കുഞ്ഞിക്കൊരു മണിപ്പൊന്മാല. ആര്യക്കുട്ടിയുടെ പാട്ട് വളരെ വളരെ നന്നായിരുന്നു. നന്നായി പാടി. വെരി ഹാർഡ് സോങ് ടു സിംഗ്. ഷീ സാങ് വെരി വെൽ. മലയാളികളായ നമ്മൾക്ക് കോമഡി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു എലമെൻ്റ് അല്ലേ? അതെ. കൊച്ചിൻ കലാഭവനും അങ്ങനെ പല മിമിക്സ് പരേഡും പല കോമഡി പ്രോഗ്രാംസും കണ്ടു വളർന്ന നമ്മൾക്ക് കോമഡി ഇല്ലാണ്ട് ഒരു ഓണം പ്രോഗ്രാം തീർക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടുത്തത് ഇറ്റ് is a mimic show by Anil N.T. കാണാം. പ്രിയമുള്ളവരെ, മലയാള സിനിമാ ലോകത്തെ ഏതാനും കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. അവരുടെ ശബ്ദം അനുകരിക്കുകയാണ്. ആദ്യമായി പഴയകാല സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീ ടി ജി രവി. സിസ്റ്ററിയല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായി കാരണമുണ്ടായിരിക്കും. അന്ന് സ്കൂളിലെ പിള്ളേർക്ക് ഓരോ യൂണിഫോം വിതരണം ചെയ്യാമെന്ന് വെച്ചപ്പോൾ സിസ്റ്റർ അത് വേണ്ടാന്ന് പറഞ്ഞു. ദേ, ഞാനായിട്ടൊന്നും പറയല്ലേട്ടാ. ഒട്ടേറെ ക്യാരക്ടർ റോളിലും വില്ലൻ കഥാപാത്രങ്ങളിലും തിളങ്ങി നിന്ന ശ്രീ നരേന്ദ്രപ്രസാദ്. ഇവിടെ ഒന്നോ മാറി താമസിക്കണമെന്ന് പറയണോ അമ്പല കമ്മിറ്റിക്കാരെ? എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്, എന്തും ഏത്. തൻ്റെ വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് ശ്രീ ജനാർദ്ദനൻ എന്നും നമുക്ക് പ്രിയങ്കരനാണ്. ശ്രീ ജനാർദ്ദൻ്റെ ശബ്ദം. അടിച്ച് പൊളിച്ചത് പറിച്ചുകൊണ്ട് പതപതാവൻ എന്നിട്ട് കുടുംബചിത്രങ്ങളിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ ജയറാം. അമ്പിടിച്ചെളുക്ക് അവൻ്റെ പ്രകടനം എന്നെ പ്രകടനമല്ല, 5ാം ക്ലാസ്സിൽ പുള്ളിമേരക്ഷിക്കും അമ്പിടി കേബി. അടുത്തതായി മെഗാസ്റ്റാർ മമ്മൂട്ടി. അങ്കത്തട്ടിൽ ചുരുക്ക് തീർക്കുമ്പോൾ പാണന് പൊന്മണം വെക്കുന്നവൻ ചന്തു. ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണ് ഇപ്പുറത്ത് ആരുമില്ല. ആരും മടങ്ങിപ്പോ മക്കളെ. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ ഇന്ദ്രൻസ്. ചാട്ടം എന്താ മുഖത്തോട്ട് വാട്ടം. അടുത്തതായി നാടകങ്ങളിൽ നിറഞ്ഞു നിന്ന ശ്രീ NN പിള്ള. മഴകണോ പഴയടോക്കിൽ എൻ്റെ മകടോ മടങ്ങുന്നത് എൻ്റെ ലക്ഷ്മി, എൻ്റെ എല്ലാമെല്ലാമായിരുന്ന മഹാലക്ഷ്മി എൻ്റെ കൺമുമ്പിൽ കണ്ട് പിടഞ്ഞു പിടഞ്ഞു വെച്ചോ പഴയടോ മഴകണോ. അടുത്തതായി മലയാളത്തിലെ നിത്യവസന്തമായ ശ്രീ നസീർ. ഈ വീട്ടിൽ നിറച്ചും കൊതുകുകളാണല്ലോ. മാറി നിൽക്കൂ കൊതുകെ, ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. ടിഷ്യൂ അവൻ ചത്തു. ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രീ NF വർഗീസ്. എടോ ഹരിവംശീലാൽ പന്നാലാൽ തന്നെ സേവിക്കാനിറങ്ങി കസ്റ്റംസുകാരുടെ വലയിൽപ്പെട്ടപ്പോൾ
രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല താൻ. ഒടുവിൽ ഒറ്റത്തുള്ളി രഹസ്യം പോലും പുറത്തു പോകാതെ പുറലോകം കാണിച്ചത് മറ്റാരുമല്ല, ഈ വിശ്വനാഥനാണ്. ഹീസ് മൈ പ്രോപ്പർട്ടി, മൈ സോൾ പ്രോപ്പർട്ടി. വിശ്വസിച്ച് കൂടെ നിന്നവൻ ഒരാപത്ഘട്ടത്തിൽ താൻ കൈവിട്ടു. ജെസിയുടെ കല്യാണത്തിനുള്ള പണം ഭദ്രമായി വീട്ടിലെത്തിച്ചു അല്ലടാ. ആരാ തന്നത്? അടുത്തതായി മുരളിയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അരേ വാ, താൻ അവിടെ പോകണം, അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, നിസാര പ്രശ്നമല്ല ഇടകൊള്ളൂ. അവസാനമായി ഫിലോമിനയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്തൂട്ടയുടെ ചെറുക്കടി പറയുന്നുണ്ട്, എടി ബോളി ആടും പെടുന്ന് പറഞ്ഞ് വെടിമരുന്ന് ടീ പോലെ അടി അടുത്തിരുന്ന കട്ടും. താങ്ക് യു. അനിലൻറ്റി അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻസും എല്ലാം അടിപൊളിയായിരുന്നു. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സ്പെസിഫിക്കലി അടിപൊളിയായിരുന്നു, വളരെ നന്നായിരുന്നു. ഗുഡ് പെർഫോമൻസ്. അടുത്ത ഒരു പാട്ടാണ് ബൈ അങ്കിത് ആൻഡ് അബേ. രണ്ടുപേരും കൂടി ചേർന്നിട്ട് പാടുകയാണ്. അഭയൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ടൈമിലാണ് സ്റ്റേജിലേക്ക് കയറുന്നവർ, അതുകൊണ്ട് നല്ലോണം ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. പാട്ട് പാടുന്നത് ദേശാടനം എന്ന മൂവിയിലെ കൈതപ്രത്തിൻ്റെ രചനയായ നാവാ മുകുന്ദ ഹരേ എന്ന പാട്ടാണ്. അങ്കിത് ആൻഡ് അബേ. Pa maga 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 re sa pa maga maga ni da pa maga ma ni da pa maga maga re sa pa maga 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 re sa pa maga ni da pa maga ma ni da pa नावा मुकुंद हरे गोपालग पाहि मुकुंद हरे नावा मुकुंद हरे गोपालग पाहि मुकुंद हरे वरदायक यदुनंदन सुंदर नावा मुकुंद हरे गोपालग पाहि मुकुंद हरे करग तरंगित यमुना तीरे करग तरंगित यमुना तीरे वसति वने वनमाली वेणुनाद मधुषिञ्जिदं मनसि भावयामि मुनिजनरञ्जना नावा मुकुन्द हरे गोपालग पाहि मुकुन्द हरे नावा मुकुन्द हरे गोपालग पाहि मुकुन्द हरे वरदायक यदुनन्दन सुन्दर नावा मुकुन्द हरे गोपालग पाहि मुकुन्द हरे मधुरं गायति हृदय विहारी मधुरं गायति हृदय विहारी तुलसीदाम विभूषणहारी देवरागवन मालिका ललित मन्दराग सुमसौरभं नावा मुकुन्द हरे गोपालग पाहि मुकुन्द हरे नावा मुकुन्द हरे गोपालग पाहि मुकुन्द हरे वरदायक यदुनन्दन सुन्दर नावा मुकुन्द हरे गोपालग
Thank you. പെർഫോമൻസ് അങ്കിത് ആൻഡ് അഭയ്, വെരി ടാലൻറ്റഡ്. ഇനി അടുത്തതായിട്ടൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ്. പാട്ട് ധീം തന എന്ന് പറഞ്ഞ തക്ഷക്കിലെ പാട്ട്. ഇതിൽ പങ്കെടുക്കുന്നവർ സ്മൃതി, നവ്യ, മാളവിക, മയൂരി. എൻജോയ്. പെർഫോമൻസ് ആണ് ബൈ നീന ശക്തി. മോഹിനിയാട്ടം പദം അലശര പരിതാപം ചൊൽവാൻ. സ്വാതി തിരുനാളിൻ്റെ കൃതിയാണ്, ഒരു വളരെ പ്രശസ്തമായ ഒരു കൃതിയാണിത്. സ്വാതി തിരുനാളിൻ്റെ കൃതി എന്ന് പറയുമ്പോൾ നീന ഇപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു, വിരഹമാണ് പ്രധാനമായ വിഷയം എപ്പോഴും. ഇപ്പോൾ നീന ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് രംഗം തൻ്റെ നായകനെ കാത്തിരിക്കുന്ന നായിക അലശരൻ്റെ ബാണമേറ്റ് വിവശയാകുന്നു. സന്ധ്യ മയങ്ങിയിട്ടും നാഥൻ എത്തുന്നില്ല. ദേഹം തളരുന്നു. അളിയുടെ മൂളൽ കർണങ്ങൾക്ക് വേദന പകരുന്നു. തൻ്റെ ഈ അവസ്ഥ സഖി നീ മാത്രമേ അറിയുന്നുള്ളൂ. ബൈ നീന ശക്തി, മോഹിനിയാട്ടം.
அலசர பரிதாபம் சொல்வ நளிவேணி படி വശമായി സഖി
ജലജ ബന്ധു ജലധിയിൽ അണയുന്നു മലയം മാരുതമേറ്റു മമ വനമതികരാപദം വിവശമായി സഹീയലർശരം പരിം വളരുന്നു ഹൃദിമോഹം എന്നോ മലേ വളരുന്നു മമ ദേഹം കളമൊഴി വളരുന്നു Very elegant performance by Nina. No wonder it's called Mohiniyattam, the dance of the enchantress. അതെ, വളരെ നന്നായിരുന്നു. അടുത്ത ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ബൈ അദിതി. ഉസ്മലറസൈ എന്ന് പറയുന്ന പാട്ട് ഡാൻസ് ചെയ്യുന്നു. പിന്നെ ഒരു ഇൻഫോർമേഷൻ ഉണ്ട്, സ്നാക്സ് സെർവ് ചെയ്യാൻ തുടങ്ങി 3rd ഫ്ലോറിൽ. സോ പ്രോഗ്രാംസിനിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ പോയി സ്നാക്സും കഴിച്ചിട്ട് വരും. ചായയും സ്നാക്സിന് സമയം. So enjoy the program. Yo mama, you know how me nigga said the dance floor, baby. எடுத்த சிலைய போல் குலுக்கி தலைக்கு நிக்கிறிய, வளைஞ்சு நெளிஞ்சு குழஞ்சு தான் வயசுல தீய வைக்கிறிய. கண்டுபிடி தொட்டு கண்டுபிடி மச்சங்களை தந்து கண்டுபிடி, வெட்டுப்புடி அந்த வெட்டுப்புடி மிச்சத்தை கொஞ்சமா வெட்டுப்புடி. திரண்டு நிக்கிற அழகு நீ அன்னைய துறக்க உதவு, டக்குன்னு என்னைய தழுவு வா, டக்குன்னு 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 பிடிச்ச நிலவு என பிடிய பிடிய தழுவு, திறந்திருக்குது கதவு வா, டக்குன்னு 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 டக்குன்னு. எடுத்த சிலைய போல் குலுக்கி தலைக்கு நிக்கிறிய, வளைஞ்சு நெளிஞ்சு குழஞ்சு தான் வயசுல தீய வைக்கிறிய.
Usumalarse, sumalarse, usumalarse, yo, yo. 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 ഉണ്ടായിരുന്നു അതിഥി. വെരി ഗുഡ്. അടുത്തത് ഒരു പാട്ടാണ്. ഇപ്പോൾ ഈയിടെയൊക്കെയായിട്ട് ശ്രേയ ഘോഷൽ ഒത്തിരി നല്ല മലയാളം പാട്ട് പാടുന്നുണ്ട്. അതുകൊണ്ട് ശ്രേയ ഘോഷലിൻ്റെ ഒരു പാട്ട് നിലാവേ നിലാവേ ഫ്രം ദ ഫിലിം ചട്ടക്കാരി, പാടുന്നത് കനിയ ആൻഡ് രാജേഷ്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവായി നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴമല്ലികതൻ നിറമിഴികൾ തഴുകും. വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവായി നീ തലോടില്ലേ. മെഴുകുനാളമെരിഞ്ഞ പോൽ